ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ ഭാഗമായ സ്വർണ്ണപീഠം അത് കാണാനില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി റിപ്പോർട്ടർ ടിവിയോട് നേരത്തെ പറഞ്ഞിരുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതിൽ വിശദീകരണവുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കോട്ടയം സ്വദേശി വാസുദേവൻ പീഠം തന്നെ തിരികെ ഏൽപ്പിച്ചിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. പീഠം 4.5 വർഷം വാസുദേവന്റെ കൈവശമായിരുന്നുവെന്ന കാര്യം അറിയില്ലായിരുന്നുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. താൻ തന്നെയാണ് സഹോദരിയുടെ വീട്ടിലേക്ക് പീഠം കൊണ്ടുപോയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി തുറന്ന് സമ്മതിക്കുന്നു. പ്രതികരണം കേൾക്കാം. 2021 ഒരു പീഠം അവിടെ ഇരുന്ന പീഠത്തിന് കളർ വ്യത്യാസം എന്ന് പറഞ്ഞപ്പോൾ പുതിയൊരു പീഠം നിർമ്മിച്ചു കൊടുത്തു. അപ്പൊ അന്ന് അത് കൊണ്ടുപോയി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നാൽ മതി എന്ന് അദ്ദേഹത്തിന്റെ കൊടുത്തു വിട്ടു. അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. അദ്ദേഹം 4.5 വർഷം അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയായിരുന്നു. ഈ കോടതി വിധി വന്ന് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഒരു ദിവസം രാവിലെ ഞാൻ അന്ന് ട്രിവാൻഡ്രത്തുണ്ട് എന്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് മനസ്സിനൊരു സമാധാനമില്ല. ഞാൻ ഇത് മോഷ്ടിച്ചതല്ല. അന്ന് ഈ റിപ്പയർ ചെയ്യാൻ തന്നു, അവിടെ വച്ചിരുന്നു. ഞാൻ അതുപോലെ പൊന്നുപോലെ തന്നെ, ഞാൻ പേപ്പർ പോലും ഇളക്കിയിട്ടില്ല, ഞാൻ അതുപോലെ സൂക്ഷിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിത് സ്പോൺസർ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം. എന്തായിരുന്നാലും സാധനം കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഞാൻ 25-ന് തിരിച്ച് ബാംഗ്ലൂരേക്ക് പോരുമ്പോൾ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം അവിടെ വിലപിടിപ്പുള്ളൊരു സാധനം അവിടെ വയ്ക്കേണ്ടെന്ന് കരുതി ഞാൻ പെങ്ങളെ വീട്ടിലേക്ക് കൊടുത്തിട്ട് ഞാൻ പോന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നോട് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട്, അവിടെ നിങ്ങൾക്ക് എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പ വിശ്വാസികളുടെ അടുത്ത് പണം വാങ്ങി അങ്ങനെ എന്തെങ്കിലും പൂജകളിലേക്ക് പോയതായിട്ട് വല്ലതും വിവരം ലഭിച്ചു? ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കില്ല. അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ ഒരു ആളൊന്നും അല്ല. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. വാസുദേവനാണ് ഈ സ്വർണ്ണപീഠം കയ്യിൽ വെച്ചിരുന്നത്. പക്ഷേ ഈ വിവരം അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കാണാനില്ല എന്ന വാദം ഉയർത്തിയത് എന്നതാണ് ദേവസ്വം മന്ത്രി ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സമ്മതിക്കുന്നു, വാസുദേവന്റെ കയ്യിൽ നിന്ന് ഈ സ്വർണ്ണപീഠം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് വാങ്ങിയതും സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ അമ്മ മാത്രമേ ഒറ്റയ്ക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത് താനാണ് എന്നാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദീകരിക്കുന്നത്. കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ടോ? ചില ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ആ ക്ലാരിറ്റി കുറവാണ് ഇപ്പോൾ ഈ പ്രതികരണത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമുക്ക് ഒരിക്കൽ കൂടി ലൈവിൽ ടെലിഫോണിൽ ബന്ധപ്പെടാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും. അദ്ദേഹം നേരത്തെ നമ്മളോട് ഇതിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത്. പ്രവീൺ പുരുഷോത്തമനോട് ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിക്കുന്നു. ആ സ്വർണ്ണപീഠം അവിടെ കൊണ്ടുവച്ചത് താൻ തന്നെയാണ്. എവിടെ? സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കാനായി പറഞ്ഞത് താൻ തന്നെയാണ്. ഈ സ്വർണ്ണപീഠം വാസുദേവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം തനിക്കറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് തന്നെ തിരികെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതും താൻ തന്നെയാണ് എന്ന് പറയുന്നു. 4.5 വർഷം ഈ സ്വർണ്ണപീഠം വാസുദേവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തനിക്കറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇതറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപീഠം ശബരിമലയിൽ സന്നിധാനത്തില്ല എന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചത്? എന്തിനാണ് ദേവസ്വം ബോർഡിനെ സംശയമുനയിൽ നിർത്തിയത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഇതാണ് പിന്നീട് പ്രതിപക്ഷം വലിയ രീതിയിൽ ഏറ്റെടുത്തത്. സ്വർണം അടിച്ചുകൊണ്ടുപോയി എന്ന മട്ടിലുള്ള വലിയ പ്രചരണങ്ങൾ പ്രതിപക്ഷത്തിന് കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ സംശയമാണ്. യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആ സ്വർണ്ണപീഠം സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ആ ദുരൂഹത ശക്തമാവുകയല്ലേ ചെയ്യുന്നത്? അതാണ് ഇന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, നമ്മളിത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മളുമായി ബന്ധപ്പെടുമെന്നാണ് പ്രതീക്ഷ. നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശ്രമിക്കാവുന്നതാണ് ഒരിക്കൽ കൂടി. പ്രവീൺ, എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്ത് വ്യക്തത വരുത്തുന്നത്? എങ്ങനെയാണ്? തുറന്ന് സമ്മതിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇത് താൻ തന്നെയാണ് അവിടെ കൊണ്ടുവച്ചത്. പക്ഷേ വാസുദേവന്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം തനിക്കറിയില്ലായിരുന്നു. വാസുദേവൻ ഇത് പറയുമ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ സഹോദരിയുടെ കയ്യിൽ കൊടുത്തത് താൻ തന്നെയാണെന്നാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്? പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. നമ്മൾ ഇന്ന് രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയില്ല. കാരണം ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഇപ്പോൾ ഈ കേസുള്ളത്. ഇന്നിപ്പോൾ ആ കേസിന്റെ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതിനകത്തും അദ്ദേഹത്തിനും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാര്യങ്ങൾ പറയുന്നതിൽ. പക്ഷേ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് 2021 ജനുവരി 1-ന് അദ്ദേഹവും കൂടെയാണ് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠവുമായി ശബരിമലയിലേക്ക് പോയത്. അന്ന് ഹരിവരാസനം കഴിഞ്ഞതിന് ശേഷം താൻ സന്നിധാനത്ത് നിന്ന് തിരികെ മടങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കാർപ്പൻറ്ററുമായിരുന്നു. അവരെയാണ് ഈ പീഠം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം തിരികെ പോകുന്നത്. പക്ഷേ ഈ ഹരിവരാസനം ഒക്കെ പാടി നട അടച്ചതിന് ശേഷം ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ഈ പീഠം ഒത്തുനോക്കിയപ്പോൾ അതിന് വലിപ്പക്കൂടുതലായിരുന്നു. അങ്ങനെ വലിപ്പക്കൂടുതൽ ഉള്ളതുകൊണ്ട് ആ പീഠത്തിന്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയണമെന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ആ പീഠവുമായി മടങ്ങി പോവുകയായിരുന്നു. പക്ഷേ ഇക്കാര്യം താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോൾ
ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുന്നത്. പിന്നീട് 4.5 വർഷക്കാലത്തോളം കോട്ടയത്തെ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ഈ പീഡമുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങൾ തനിക്ക് അറിയാമായിരുന്നില്ല. ഇപ്പോൾ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ ഈ സുഹൃത്ത് തന്നെ നേരിട്ട് തന്നെ ബന്ധപ്പെടുകയും തന്റെ വീട്ടിൽ ആ പീഡം ഉണ്ടെന്ന് അറിയിക്കുകയും പിന്നീട് തിരുവനന്തപുരത്തെ തന്റെ വീട്ടിലേക്ക് ആ സുഹൃത്ത് നേരിട്ട് ആ പീഡം കൊണ്ട് എത്തിച്ചു എന്നുമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. പിന്നീട് തനിക്ക് അന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ അമ്മ മാത്രമുള്ള ഒരു സാഹചര്യത്തിൽ അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ആ പീഡം എത്തിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അതിന്റെ പാളികൾ സ്വർണം പൂശി തിരികെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ 2020-21 കാലഘട്ടത്തിൽ അതിന്റെ ആ പീഠത്തിന് നിറം മങ്ങിയിട്ടുണ്ട് എന്ന ഒരു അറിയിപ്പ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് വരികയും അങ്ങനെയാണെങ്കിൽ അത് ആ പീഠം തന്നെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി താൻ അറ്റകുറ്റപ്പണി നടത്തി തിരിച്ചു കൊടുക്കാം എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരിക്കൽ സ്വർണം പൂശിയ ആ ഒരു പീഠം അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അറിയിച്ചപ്പോൾ താൻ പുതുതായി എന്നാൽ പീഠങ്ങൾ നിർമ്മിച്ചു നൽകാമെന്ന് പറയുകയും അങ്ങനെ പുതുതായി നിർമ്മിച്ചു നൽകിയ പീഠങ്ങളാണ് സന്നിധാനത്തേക്ക് എത്തിച്ചതെന്നുമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ നട അടച്ചതിന് ശേഷം അളവുകളൊക്കെ ഒത്തുനോക്കിയപ്പോൾ കൂടുതലാണെന്ന് കാണുന്നു. പിന്നീട് അത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് തിരികെ കൊണ്ടുപോകുന്നു. ഇക്കാര്യം താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരോട് താൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഈ സഹായി തന്നെയാണ്, അതായത് ഇദ്ദേഹത്തിന്റെ സുഹൃത്ത്, അദ്ദേഹം ഒരു ബിൽഡർ കൂടിയാണ് കോട്ടയത്തെ. ആ സുഹൃത്ത് തന്നെയാണ് ദേവസ്വം വിജിലൻസിന് ഈ ഒരു മൊഴി നൽകിയത്. പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയും വിളിച്ചിരുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവരോട് ഇക്കാര്യം പറയുകയും ചെയ്തു. പീഠം തന്റെ കൈവശത്തിലേക്ക് എത്തിയിരുന്നു, അത് സുഹൃത്താണ് കൊണ്ട് തന്നത്. അതിനുശേഷം സേഫ്റ്റിക്ക് വേണ്ടി തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയതായി ഇദ്ദേഹം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില സംശയങ്ങളൊക്കെ, ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതായത് കോട്ടയത്ത് ഈ ഒരു പീഠം ഉപയോഗിച്ചുകൊണ്ട് ചില പൂജകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അത് സംബന്ധിച്ച് നാം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ പറ്റി അങ്ങനെ ഒരു സംശയമേ ഇല്ല, അദ്ദേഹം അങ്ങനെ ഒരാളല്ല, 4.5 വർഷം അവിടെ സൂക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ആരും